ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രാവിലെ എണീറ്റ് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ സാലഡ് ഉണ്ടാക്കിട്ടോ. ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ കൊതി. അപ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണിക്ക് കൊണ്ട് തുടക്കത്തിലൊക്കെ ശരിയാക്കി വെച്ചു. അപ്പം ബിരിയാണി റൈസ് ഇല്ല, പോയി വാങ്ങണം. പിന്നെ പൊന്നപ്പന് അച്ചപ്പം കഴിക്കണമെന്ന്. സോ അച്ചപ്പത്തിനുള്ള എല്ലാം റെഡിയാക്കി. മാവൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ ഏകദേശം ആവാറായി. ഇനിയിപ്പോൾ കടയിൽ പോയി അരി വാങ്ങിക്കണം, ടൊമാറ്റോ വാങ്ങണം. അപ്പോൾ അത്രയാണ് വാങ്ങിച്ചു വന്നിട്ട് ബാക്കി കാണാം. ഇപ്പോൾ പ്രോൺ ബിരിയാണിക്ക് പ്രോണൊക്കെ അതിന് ക്ലീൻ ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു, മല്ലിയില കട്ട് ചെയ്ത് വെച്ചു, സവാള അരിഞ്ഞ് വെച്ചു. ഇനി ടൊമാറ്റോ കൂടി വേണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പഴം എടുത്തു, 3 തക്കാളി വാങ്ങാൻ വന്നത്. കറക്റ്റ് 3 പാക്കറ്റായിട്ട് വെച്ചേക്കണം. അപ്പോൾ ഒരു ബെൽ പെപ്പർ കൂടി എടുത്തു സാലഡിന് വേണ്ടി. പറഞ്ഞു പിന്നെ ചിപ്സ് വേണമെന്ന്. അപ്പോൾ നമ്മൾ നാച്ചോ ചിപ്സ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. Okay. No problem. Keep it here. Yeah. Keep it here. Bag. Keep it in bag. We like it. We take 2. Nine. Yeah. നമ്മൾ റിസിൻ്റെ സെക്ഷനിൽ വന്നിട്ടോ. ബർഗിൾ റിസ്, നോർമൽ റിസ് എടുക്കാം നമുക്ക്. പല ടൈപ്പുള്ള റിസ് ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ഈ ബോക്സിലെ പാടിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇറക്കിയാണ്. ഞാൻ 1 kg ഒരു പാക്കറ്റ് എടുത്തു. അപ്പം നമ്മൾ എല്ലാം വാങ്ങിക്കഴിഞ്ഞു. ബില്ലിങ്ങിനെ പോവാം. ഇന്നൊരു മൂടൽമഞ്ഞ് ഡേ ആട്ടോ. മൂടൽമഞ്ഞ് ഇവിടെ അച്ചപ്പത്തിനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചു, മുട്ട കൂടി പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സവാള വഴറ്റാൻ വെച്ചു. ഓൾമോസ്റ്റ് ഫിനിഷായി. അച്ചപ്പവും കുറച്ചുകൂടെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു അച്ചപ്പത്തിൻ്റെ പണി. അങ്ങനെ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിക്കാണ്ടെടുത്ത് വെച്ചു. സാലഡ് ആക്കിയില്ല, ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സമയം കളത്താൻ തിരിച്ചു. എനിക്ക് സവാള അത്ര ഇഷ്ടമല്ല. പിന്നെ പപ്പടം കണ്ട, ഇവിടുത്തെ പപ്പടം വിഷുവിന് വാങ്ങി വെച്ചതാണ്. കുറച്ച് ബാലൻസ് ഉണ്ടായി. ഇങ്ങനെയൊക്കെ വരുള്ളൂ. ബട്ട് ഇതിന് ഞങ്ങൾ താങ്ക്ഫുള്ളാണ്. അപ്പോൾ ബിരിയാണിയും കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പൊന്നപ്പൻ ബിരിയാണി കഴിച്ചില്ല കേട്ടോ. കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പൊന്നപ്പൻ പറഞ്ഞു പൊന്നപ്പന് ഹോട്ടാന്ന് പറഞ്ഞു, സ്പൈസി. അപ്പം ഞങ്ങൾ സെൻറ്റർ വന്നു. മുല്ലപ്പൂ അലക്കുന്ന പൂവാണ്, നല്ല രസമല്ലേ. ഇങ്ങനത്തെ 2 വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗി കാണാൻ. അപ്പം ഞങ്ങളവിടെ, അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് കിഡ്സിനെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചെടുത്ത് അവന് ഇഷ്ടമായില്ല. അപ്പോൾ അവൻ പറഞ്ഞു വേറെ സ്ഥലത്തേക്കാണ്. പുള്ളി ഉദ്ദേശിച്ചത് പുറത്ത് പോയി മക്ഡൊണാൾഡിൽ പോവുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ്. പക്ഷേ എല്ലാ ദിവസവും ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും, എപ്പോഴും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ചാലും കൊള്ളത്തില്ല. ഒരു ഓൾഡ് പഴയ ചർച്ചാണ് കേട്ടോ അത്. അടുത്തൊരു പഴയ ചർച്ച്. അപ്പം ഞങ്ങൾ വരണക്കാൻ ഒരു പള്ളിയുടെ മണിയൊക്കെ ഇട്ട് ഞങ്ങൾ വിളിച്ചു മാരേജ് ഫംഗ്ഷൻ വരെ നടക്കുകയാണോ. ഇവിടെ ചില പള്ളികളിൽ എല്ലാ ശനിയാഴ്ചകളിലും കല്യാണമൊക്കെ നടക്കും. വനപതിക്കണ്ടോ, വനപഷിപ്പ് കണ്ടുകൊണ്ടിരിക്കുക. കുറേ പായ്ക്കപ്പലൊക്കെ പോകുന്നു ഇവിടെ കണ്ടോ, പായ്ക്കപ്പൽ. സൺഡേ ഔട്ടിങ്ങിന് വന്നേക്കുക. ലൈറ്റ് ട്രെയിനുണ്ട്, കറങ്ങാൻ വന്നു. ജസ്റ്റ് പുറത്ത് ജോലിയൊന്നും വീട്ടിലില്ല, ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കൊച്ചിനെ കളിപ്പി വന്നു. പക്ഷെ അവനപ്പോൾ കളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ബോട്ട് കാണാൻ വന്നു. അപ്പോൾ ഇവിടെയാണ് നല്ല ക്രൂയിസ് ഷിപ്പ്. അപ്പുറത്ത് ക്രൂയിസ് ഷിപ്പ് കിടക്കുന്നു, ഒരു പായ്ക്കപ്പൽ പോകുന്നു, വലിയൊരു പായ്ക്കപ്പൽ കേട്ടോ. കുഞ്ഞു ഇഷ്ടം പോലെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കുറേ ബോട്ടുകൾ പോകണം കണ്ടോ. കറ്റമരൻസൊക്കെ പോകണുണ്ടോ. വലിയ ക്രൂയിസ് ഷിപ്പ് തൊട്ടടുത്തുനിന്ന് കാണണം കേട്ടോ. എത്ര നിലയുണ്ട്? 1 2 3 4 5 6 നിലയുള്ള ഷിപ്പ്. ആളുകൾ കുറേ ആൾക്കാർ ഇറങ്ങി പോകണം, കുറച്ച് പേര് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ബർഗനിൽ ഷിപ്പ് വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നമുക്കിതും കാണാൻ പറ്റും. പക്ഷെ നാട്ടിലിങ്ങനെ കാണാൻ പറ്റില്ല നമുക്ക്. വിക്കിംഗ് സാറ്റൻ